സ്കോപ്പ് ഓഫ് റിവ്യൂ ടെക്നിക്ക് ഇൻ കൊമേഴ്സ് എഡ്യൂക്കേഷൻ. റിവ്യൂ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വീണ്ടും വീണ്ടും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിലും ഓരോ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും. സോ പുതിയ പുതിയ ഇൻഫർമേഷൻസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് റിവ്യൂ ടെക്നിക്ക്. ഒരു കാര്യം പഠിപ്പിക്കുന്നു, അത് റീടീച്ച് ചെയ്യുക തന്നെയാണ്, പക്ഷേ ഒരേ കാര്യം തന്നെയല്ല, പുതിയ ഇൻഫർമേഷൻസ് അവിടെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ വീക്ക് പോയിൻറ്റ്സ് എന്താണെന്നൊക്കെ സ്റ്റുഡൻസിന് ഈസിലി മനസ്സിലാക്കാനായിട്ട് പറ്റും. റീഇൻഫോഴ്സ് ദ കോർ കൺസെപ്റ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവർക്ക് മനസ്സിലാവുന്നു. ഐഡൻറ്റിഫൈസ് ലേണിംഗ് ഗ്യാപ്സ് ആൻഡ് എൻഹാൻസസ് ലേണിംഗ് പെർഫോമൻസ്. അവിടെ അവരെന്താ അത് പ്രാക്ടിക്കലി ഇപ്പോൾ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആണെങ്കിൽ ഫോർമുല എല്ലാം തന്നെ അവർ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി ലേണിംഗ് ഗ്യാപ്പ് ഇല്ലാണ്ടാവുന്നു. പിന്നെ അതേപോലെ തന്നെ ഇംപ്രൂവ്സ് ആപ്ലിക്കേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. ഈ 3 കാര്യങ്ങളാണ് റിവ്യൂ ടെക്നിക്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ബെറ്ററായിട്ട് അതേ പ്രോബ്ലം അവർക്ക് അവരുടെ വീക്ക് പോയിൻ്റ് എന്താണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പുതിയ ഇൻഫർമേഷൻസ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ അവിടെ ഓരോ കോൺസെപ്റ്റും തമ്മിൽ ഓരോ റിലേഷൻ ഉണ്ടാവും. ആ ഒരു പുതിയ ന്യൂ റിലേഷൻ മനസ്സിലാക്കാൻ പറ്റും.